പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ, ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രമെന്ന ഈ ചാനൽ പരമ്പരയുടെ 10ാം ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് GK ബാബുരാജ് പടപ്പക്കര. കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട്. ആക്ച്വലി ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നുകൊണ്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ തൊഴിൽ ആരംഭിച്ചതുകൊണ്ടും എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ അനുതാപപൂർവ്വം ക്ഷമിച്ച് എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്നിട്ട് ഞാൻ ഈ ചാനലിൻ്റെ കണ്ടൻറ്റിലേക്ക് കടക്കാം. കഴിഞ്ഞ തവണ അവതരിപ്പിച്ചതിൻ്റെ ബാക്കി തന്നെയാണ് ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത്. അന്ന് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ കോടതി വിധി അനുസരിച്ച് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ധാർമ്മികത അനുസരിച്ച് ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പകരം അവർ ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1975 ജൂൺ 25 അവരുടെ ആ നരനായാട്ട്, അതായത് കിരാതവാഴ്ച ആരംഭിച്ചു. അന്ന് രാത്രി തന്നെ എല്ലാ ദേശീയ പ്രതിപക്ഷ നേതാക്കളെയും അവർ കാരാഗൃഹത്തിലടച്ചു. 70 കഴിഞ്ഞ ജയപ്രകാശ് നാരായണനെ പോലും, അതായത് കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരെ പോലും അവർ വെറുതെ വിട്ടില്ല. അന്നത്തെ ആ കിരാതവാഴ്ചയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ പോലീസുകാർ വന്ന് നമ്മളെ വിളിച്ചുണർത്തി ഭർത്താവിനെ ഭാര്യയുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നാൽ അതിന് ചോദിക്കാൻ ഭാര്യയ്ക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ പോലും കേസ് കൊടുക്കാൻ പോലും ഒരു അവകാശമില്ലാത്ത വിധത്തിൽ ആ എല്ലാ മൗലികാവകാശങ്ങളും, എല്ലാ ഇന്ത്യൻ പൗരൻ്റെയും മൗലികാവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടുള്ള കിരാതവാഴ്ചയായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കിരാതവാഴ്ചയുടെ യാതൊരുവിധ വാർത്തകളും പുറത്തു വരാതിരിക്കാനായി പത്രങ്ങൾക്ക് പോലും അവർ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഇത്തരം കിരാതവാഴ്ച നടത്തി കോൺഗ്രസിൻ്റെ ചരിത്രപ്രസിദ്ധമായ അഹിംസാ പാരമ്പര്യത്തെ നശിപ്പിച്ച് ഈ കിരാതവാഴ്ചയ്ക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്ന വില അവരുടെ ജീവൻ തന്നെയാണ്. അതിന് കാരണം ഒരു സൂര്യ തേജസ്സായി, ഒരു പെൺസിംഹമായി ഇന്ദിരാ പ്രിയദർശിനി ലോകത്തിൻ്റെ മുന്നിൽ അറിയപ്പെടുന്നതിന് പകരം അവർ സ്വന്തം അംഗരക്ഷകരാൽ മൃഗീയമായി കൊല്ലപ്പെട്ടു. അങ്ങനെ താൻ നിരന്തരം ചെയ്യും കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യം ഇന്ദിരാഗാന്ധി അർത്ഥപൂർണമാക്കി. ആ ദുഷ്ട മാതൃകയിൽ നിന്ന് ഇന്നും കോൺഗ്രസ്സുകാർ യാതൊരു പാഠവും പഠിച്ചിട്ടില്ല. ഗോവു തൻ്റെ പിന്നാലെ ഗമിക്കും ഗോക്കളെല്ലാം എന്ന പോലെ അവർ ഈ കോൺഗ്രസിനെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. 1977 ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി പൊതുതെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നും ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായ ഇടിഞ്ഞിട്ടില്ല എന്നുമുള്ള ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1977 മാർച്ചിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ചു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി അമ്പെ പരാജയപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിൽ ജനതാ ഗവൺമെൻറ് വൻപിച്ച ഭൂരിപക്ഷം നേടി മൊറാർജി ദേശായി അധികാരത്തിൽ വന്നു. വെറും 155 സീറ്റുകളോട് ഒതുങ്ങിപ്പോയ കോൺഗ്രസ് നാടിന് മുന്നിൽ നാണം കെട്ടുപോയി. അതിനുശേഷം ജനതാ ഗവൺമെൻറ് നടത്തിയ നരനായാട്ട് എന്ന് പറയാനാവില്ല, അവർ നടത്തിയ നീതിപൂർവമായ ഇടപെടലുകളിൽ ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിയോടൊപ്പം, അതായത് ഇന്ദിരാഗാന്ധിയെ നയിക്കുക തന്നെ ചെയ്ത സ്വന്തം മകൻ സഞ്ജയ് ഗാന്ധി അവർ ജയിലിൽ കിടക്കേണ്ടി വന്നു. അദ്ദേഹം പിന്നീട് പ്ലെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നത് മറ്റൊരു കാര്യം. അതിൻ്റെ സത്യാവസ്ഥ ഇന്നും പുറത്തു വന്നിട്ടില്ലാത്തതുകൊണ്ട് അഭ്യൂഹങ്ങളൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ഭയം
എന്നും ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു. ഏത് വിധത്തിലും ജനതാ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണം. അതിനുവേണ്ടി അവർ എല്ലാ കരുക്കളും നീക്കിയ കൂട്ടത്തിൽ മറ്റൊരബദ്ധവും അവർ കാണിച്ചു വെച്ചു. അതായത് 1946 മുതൽ ഹിന്ദുക്കളുടെ പീഡനം സഹിക്കവയ്യാതെ അതിനോട് യോജിക്കാനാവാതെ തങ്ങൾക്ക് സ്വന്തമായൊരു രാഷ്ട്രം വേണമെന്ന് പഞ്ചാബിൽ പല രാഷ്ട്രീയ നേതാക്കളും അവിടെയും ഇവിടെയുമൊക്കെ പ്രഖ്യാപിച്ചുവെങ്കിലും അതിനൊന്നും വേണ്ടത്ര പിന്തുണയോ ജനശ്രദ്ധയോ ലഭിച്ചില്ല. എന്നാൽ 1970 ജോഗത്തി ചൗഹാൻ എന്ന രാഷ്ട്രീയക്കാരൻ ലണ്ടൻ കോൺഫറൻസിൽ അത്തരമൊരു പ്രസ്താവന നടത്തിയെങ്കിലും അതിനും യാതൊരു പിന്തുണയും ലഭിച്ചില്ല. അങ്ങനെ ചാരം മൂടിക്കിടന്ന ഖാലിസ്ഥാൻ വാദം ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഒരു സിഖ് മതപ്രഭാഷകനായിരുന്ന ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല ഖാലിസ്ഥാൻ പ്രസ്ഥാനം വളർത്തിയെടുത്തു. അതിൻ്റെ വളർച്ചയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ഇന്ദിരാഗാന്ധി ചെയ്തു കൊടുത്തു. എന്നാൽ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തിയപ്പോൾ ഖാലിസ്ഥാൻ വാദത്തിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹത്തോട് ഇന്ദിരാഗാന്ധി നിർദ്ദേശിച്ചു. ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല അതിന് തയ്യാറായില്ല. അദ്ദേഹം ഒരു പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തി. സുവർണ ക്ഷേത്രത്തിൽ ആയുധങ്ങൾ ഒളിപ്പിച്ച് കടത്തി നൂറുകണക്കിന് തീവ്രവാദികളെ ഒളിപ്പിച്ച് രാജ്യത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറായി നിന്നു. അത്തരമൊരവസ്ഥയിൽ ഭിന്ദ്രൻവാലയ്ക്ക് സിഖുകാർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രം അനുവദിച്ചു കൊടുത്താൽ ഇന്ത്യ രാജ്യമാകെ എല്ലാ സംസ്ഥാനങ്ങളും രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുകയും രാഷ്ട്രങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത് ഇന്ത്യയെ തകർത്ത് കളയും, നശിപ്പിച്ച് കളയും എന്ന് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്ദ്രൻവാലയെയും ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തെയും തകർക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ 1984 ജൂൺ 5, 6 തീയതികളിൽ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയിലൂടെ ഭിന്ദ്രൻവാലയെയും നൂറുകണക്കിന് തീവ്രവാദികളെയും വിശ്വാസികളെയും തീർത്ഥാടകരെയും ഇന്ദിരാഗാന്ധിയുടെ സൈന്യം കൊന്നൊടുക്കി. അതിന് പ്രതികാരമായി 1984 ഒക്ടോബർ 31 സത്വന്ത് സിംഗ് ബിയാന്ത് സിംഗ് എന്ന സിഖ് അംഗരക്ഷകൻ 33 വെടിയുണ്ടകളെ ഏൽപ്പിച്ചു ഇന്ദിരാഗാന്ധിയെ കൊന്നൊടുക്കി. അങ്ങനെ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു എന്ന് പറയുമ്പോൾ രാജ്യത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയാണ് ജീവൻ ബലിയർപ്പിച്ചതെന്ന സത്യം ഇന്നത്തെ തലമുറ മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം നടന്ന അന്നത്തെ ദിവസം മുതൽ ഡൽഹിയിൽ നടന്ന സിഖുകാരുടെ കൂട്ടക്കൊല, പച്ച ജീവനോടെ പെട്രോൾ ഒഴിച്ച് സിഖുകാരെ കത്തിച്ച് കൊന്നുകളഞ്ഞു. ഒരു മിനിറ്റിൽ ഒരു സിഖുകാരൻ എന്ന കണക്കിൽ ആയിരക്കണക്കിന് സിഖുകാരെ കൂട്ടക്കൊല ചെയ്തു. അവരുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിച്ചു. അവരുടെ സ്ത്രീജനങ്ങളെ കൂട്ടമാനഭംഗത്തിനിരയാക്കി കോൺഗ്രസ്സുകാർ അഴിഞ്ഞാടി. എല്ലാ പോലീസ് സേനകളും സർക്കാർ ഉദ്യോഗസ്ഥരും ഈ അനീതിക്കെതിരെ ഈ കോൺഗ്രസ് വൈതാളികന്മാരുടെ കിരാത വാഴ്ചയ്ക്ക് വേണ്ടി കൂട്ടുനിന്നു കൊടുത്തു. അങ്ങനെ ഏകദേശ കണക്ക് പ്രകാരം 16,000-ഓളം സിഖുകാർ കൊല്ലപ്പെട്ടു, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ചേർന്നു. പക്ഷേ 400-ഓളം കേസുകളിൽ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. മറ്റ് കേസുകളിലൊന്നും ആരെയും ശിക്ഷിക്കപ്പെട്ടില്ല. ഇത്തരം ക്രൂരമായ ഒരു നരനായാട്ട് നടത്തി ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണം കെട്ട ആ സംഭവത്തിന് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ LLB വെച്ച് ഒന്ന് ന്യായീകരിച്ച് തരാമോ? LLBയുടെ നീതിശാസ്ത്രം കൊണ്ട് സകലത് ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഈ അടിയന്തരാവസ്ഥയുടെയും സിഖുകാരുടെ കൂട്ടക്കൊലയുടെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് രാഷ്ട്രീയം അവസാനിപ്പിച്ച് അന്തസ്സായി വക്കീൽ പണി ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഉപദേശിക്കാറുള്ളത്. പക്ഷേ ഈ കോൺഗ്രസ്സുകാരത് പഠിക്കില്ല. അവരിനിയും അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇവിടെ അടിയന്തരാവസ്ഥ നടപ്പാക്കില്ലെന്ന്
പ്രതിപക്ഷ നേതാവിന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാനാവുമോ? ഒരിക്കലുമില്ല. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം രാഷ്ട്രീയ ദുശാസനന്മാരിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ നമുക്ക് യഥാർത്ഥ ഗാന്ധിയൻ സോഷ്യലിസം, എല്ലാ മനുഷ്യനും തുല്യനീതിയും തുല്യ അവകാശങ്ങളും തുല്യ ജീവിത സൗകര്യങ്ങളും ലഭിക്കുന്ന ഗാന്ധിയൻ സോഷ്യലിസം നടപ്പാക്കിയേ മതിയാവൂ. ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വൈതാളികന്മാർ നമ്മുടെ രാജ്യത്തെ പിച്ചി ചീന്തി കൊന്നൊടുക്കും. അതുകൊണ്ട് എല്ലാ മനുഷ്യനും ഗാന്ധിസം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കേരളമാകെ പ്രചരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ജനങ്ങളെ.